ഡോഗ് ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ക്വാണ്ടം വാലറ്റിൻ്റെ SATU ടോക്കൺ ATU ടോക്കണാക്കി മാറ്റുക എന്നുള്ള കാര്യമാണ്. സിമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ക്വാണ്ടം വാലറ്റിലുള്ള ഫണ്ടൊക്കെ നമുക്ക് റിയൽ മണിയാക്കി മാറ്റുക എന്നുള്ളൊരു കാര്യമായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള കാര്യമാണ്, എന്തുകൊണ്ടാണ് ഈ ബ്രോ ഈ ഒരു വീഡിയോ ചെയ്യാത്തത്, ഇല്ലെങ്കിൽ എത്ര കാലമായില്ല വന്നിട്ട് എന്നുള്ളൊരു കാര്യമൊക്കെ. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രൈറ്റീരിയ വന്നപ്പോൾ തന്നെ ഞാൻ സ്റ്റേക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഗ്യാപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ ആൾറെഡി തന്നെ ക്വാണ്ടം വാലറ്റ് എനിക്കൊരു പ്രൊമോഷനായിട്ട് കിട്ടിയതാണ്. ആ ഒരു പ്രൊമോഷൻ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് ആൾക്കാരോട് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യം ചെയ്താൽ മാത്രമാണ് നമുക്കിതിൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ ഡെപ്പോസിറ്റ് കാര്യങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് എന്നെ അവർ എന്ത് ചെയ്തത്, റിമൂവ് ആക്കിയത്. അതിന് ഞാൻ ഇപ്പോൾ ഖേദിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ SATU ടോക്കൺ എങ്ങനെയാണ് മാറ്റുക എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ക്വാണ്ടം വാലറ്റിൽ സ്റ്റേക്കിംഗ് ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ടോക്കൺ റീസെൻ്റ്ലി ലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ATU ടോക്കൺ എന്നാണ് ആ ഒരു ടോക്കണിൻ്റെ നെയിം. ആ ഒരു ടോക്കൺ BSC നെറ്റ്വർക്കിലേക്കാണ് ലിസ്റ്റ് ആയത്. ആ ഒരു ലിസ്റ്റ് ആവുന്ന സമയം തന്നെ ഈ ഒരു ടോക്കണ് $0.35 വരെ വാല്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ വാല്യൂ നോക്കിയെന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതലാണ്, $0.8 വരെ എത്തി. അപ്പോൾ എന്തുകൊണ്ടാണ് $0.8 വരെ എത്തിയെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേക്കിംഗ് പ്രോഗ്രാമിൽ ഒരുപാട് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതിൽ വളരെയധികം വാല്യൂ കൂടാൻ തുടങ്ങി. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ വളരെയധികം വാല്യൂ കൂടാൻ തുടങ്ങി. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് SATU ടോക്കൺ നമുക്ക് മാറ്റുകയെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ മിനിമം ATU ടോക്കൺ സ്റ്റേക്ക് ചെയ്യേണ്ടത് 50 ATU ടോക്കൺ ആണ്. ഇപ്പോൾ അത് എത്ര ഡോളേഴ്സ് ആണെന്ന് പറഞ്ഞാൽ $40 വരും. അപ്പോൾ ഇത് ആദ്യം തന്നെ ചെയ്തതാണെങ്കിൽ $21 മാത്രം മതിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഖേദിക്കുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിന് വളരെയധികം വാല്യൂ കൂടി. അപ്പോൾ നമുക്കിവിടെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റേഷ്യം കാൽക്കുലേഷനൊക്കെ എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 50 ATU ടോക്കൺ ഒരു മാസത്തിന് നമ്മൾ സ്റ്റേക്ക് ചെയ്യുകയാണ് എന്നുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ 6 ദിവസവും ഇല്ലെങ്കിൽ 1000 ടോക്കൺ നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ 6 ദിവസവും അതിൻ്റെ 6% അതായത് 60 ATU ടോക്കൺ ആയിരിക്കും നിങ്ങൾക്ക് കയറുക. ആ ഒരു കണക്ക് തന്നെ നമ്മൾ SATU ടോക്കൺ ഇവിടെ ഡിസ്ട്രോയ്ഡ് ആയിട്ട് എത്രത്തോളം ATU ടോക്കൺ ആണോ നിങ്ങൾക്ക് അവിടെ 6 ദിവസത്തിൽ കയറുന്നത് അതേ അളവ് തന്നെ SATU ടോക്കണും നിങ്ങൾക്ക് എന്ത് കയറും, ഈ ഒരു നമ്മൾ സ്റ്റേക്ക് ചെയ്തതിൻ്റെ ഇൻകം ആയിട്ട് കയറും. അങ്ങനെ ഇൻകം ആയിട്ട് കയറുമ്പോൾ നമുക്ക് ആ പൈസ അപ്പം തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്ത എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിലീസിങ് 5 times per month ആണ്. അപ്പോൾ ഈ ഒരു 6% 5 പ്രാവശ്യമായിട്ടാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു 1000 SATU ടോക്കൺ സ്റ്റേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 300 ATU ടോക്കൺ അൺലോക്ക് ആയി കിട്ടും. അതായത് 300 STU ടോക്കൺ അൺലോക്ക് ആയി കിട്ടും. അപ്പോൾ കറൻ്റ് ഇപ്പോൾ ഒരു വാല്യൂ 0.8 ആണെങ്കിലും ഇതൊരു നേരത്തെ വന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 0.35 ആണ്. നമ്മൾ ഒരു $21 ഡെപ്പോസിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് $105 എനിക്ക് ഇന്ന് എന്ത് കിട്ടിയത്, റിട്ടേൺ കിട്ടിയത്. അപ്പോൾ അത് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നതല്ല. നിങ്ങളോട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇതിന് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താലും നമുക്ക് എന്താവില്ല, നമ്മൊന്നും സ്കാമിലൊന്നും പെടില്ല, അതിന് റിട്ടേൺ ഒക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ തന്നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുക. ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞ എൻ്റെ കാര്യമില്ല. അവർ സിമ്പിൾ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ATS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ഇവിടെ ക്വാണ്ടം വാലറ്റിൻ്റെ സ്റ്റേക്കിംഗ് പ്രോഗ്രാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എസ്റ്റിമേറ്റ് IPR എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇൻകം ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്, 30% ആണ് കിട്ടുക. ഇതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 50 ATU ടോക്കൺ നമുക്കിവിടെ വേണം. നിങ്ങൾക്ക് മാക്സിമം ഒരുപാട് എത്ര വേണമെങ്കിലും ചെയ്യാം. 50 ATU ടോക്കൺ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്റ്റേക്ക് ചെയ്യാം. അത് സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻകം എല്ലാ 6 ദിവസവും നമുക്ക് എന്ത് കിട്ടും, ഇൻകം ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ATU ടോക്കൺ നമുക്കിവിടെ വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റിയും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞാൽ എല്ലാ ഓർഡേഴ്സും കാണും. ഇവിടെ നിന്ന് സെല്ല് ചെയ്യാനുള്ള എല്ലാ ഫോർമാറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ടോക്കൺസ് ഒക്കെ സെല്ല് ചെയ്യണമെങ്കിലും ഇവിടെ നിന്ന് വാങ്ങണമെങ്കിലും നമുക്ക് എല്ലാ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇത് P2P പോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് വാല്യൂ ഒക്കെ കൂടിയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നേരെ വാലറ്റിലേക്ക് വരിക. ഇവിടെ ഏതെങ്കിലും BNP USDT ഡെപ്പോസിറ്റ് ചെയ്യുക. ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നേരെ C2C എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ വന്നിട്ട് ഇവിടെ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ഓപ്ഷനും അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നേരെ BCS മാറ്റിയിട്ട് USDT ആക്കുക. ഇവിടെ നേരെ ഈ ഒരു ATU ആക്കി വേണം. രണ്ടും ഒരേ നെറ്റ്വർക്ക് ആണെന്ന് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് കൺഫേം ചെയ്യണം. കൺഫേം ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം വാല്യൂ ആണോ വേണ്ടത്, മാക്സിമം നിങ്ങളുടെ എത്രത്തോളം USDT ആണോ നിങ്ങൾ ഇട്ടത് അത് ഇവിടെ ചെയ്തിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ആക്കാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ആൾറെഡി തന്നെ ചെയ്തതാണ്. എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. എക്സ്ചേഞ്ച് റെക്കോർഡിലൊക്കെ ഞാൻ കുറച്ച് USDT ഒക്കെ ഇട്ടത് എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നോക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള
SAT ടോക്കണൊക്കെ നിങ്ങൾക്ക് മന്ത്ലി ഇല്ലെങ്കിൽ 6 ദിവസം ആകുമ്പോൾ നമുക്ക് റിലീസായി കിട്ടും. നല്ലൊരു പ്രോഫിറ്റ് തന്നെയാണ് ഇന്ന് കിട്ടുന്നത്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇത് വിഡ്രോവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വല്ല ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയാം, ഞാൻ എന്ത് തരാം, ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ അതേപോലെ തന്നെ ഈ ക്വാണ്ടം വാലറ്റ് എന്ന് പറഞ്ഞാൽ ഹൈലി ട്രസ്റ്റബിൾ ആണ്, 100% ട്രസ്റ്റബിൾ അങ്ങനെയുള്ള കാര്യങ്ങളല്ല. പക്ഷേ ഒരു ഡീസെൻട്രലൈസ് പ്രൊജക്റ്റാണ്. അവൻ്റെ ചാനലൊക്കെ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലോക്കലിൽ തന്നെ നിങ്ങൾക്ക് ഒരു അംബാസിഡറൊക്കെ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സെമിനാറൊക്കെ നടത്താൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരിലേക്ക് അപ്രോച്ച് ചെയ്യാം. ഒരു അംബാസിഡർ റോളിലേക്ക് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്ലൈ ചെയ്തിട്ട് നമുക്ക് റിവാർഡായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഇൻകം ഒക്കെ കിട്ടും. ഒരു ഡെയിലി ജോബ് പോലെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അവൻ്റെ ചാനലിലൊന്ന് അപ്പോൾ നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നോക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റ് വൻ സക്സസ് ഒക്കെ ആവുകയെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഒരുപാട് ആൾക്കാർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. പക്ഷേ എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ നിന്ന് പൈസ വാങ്ങിയിട്ട് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം പറഞ്ഞില്ല പറഞ്ഞിട്ട് എനിക്ക് വളരെയധികം നെഗറ്റീവാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതെൻ്റെ ആ ഒരു സമയത്ത് ഇല്ലെങ്കിൽ അന്ന് ആ ഒരു കാലത്തൊക്കെ ഞാൻ എന്ത് ചെയ്യില്ലായിരുന്നു, ഒരിക്കലും ഡെപ്പോസിറ്റ് ചെയ്യാൻ ആരോടും പറയില്ലായിരുന്നു. ആ ഒരു കാര്യം കൊണ്ടാണ് എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഇനി എന്തായാലും എനിക്ക് അംബാസിഡർ ആവാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് അംബാസിഡറൊക്കെ ആവാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവൻ്റെ ചാനലിൽ പോയിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. ചെറിയൊരു പൈസയൊക്കെ കൊടുത്ത് 4-5 പേരിനെ കുറച്ച് മീറ്റിംഗൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു പോസ്റ്ററൊക്കെ ഒരു പ്രസൻറ്റേഷനൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിവാർഡ് കിട്ടാനുള്ള ഒരുപാട് സാധ്യതകളൊക്കെ ഈ ഒരു പ്രൊജക്റ്റിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫർമേഷന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.